നമുക്ക് റേഞ്ചിന്റെയും അതുപോലെ തന്നെ കോഡൊമൈൻ ഡൊമൈനിന്റെ ഒക്കെ ചെറിയൊരു എക്സാമ്പിൾ നമുക്ക് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, നമുക്ക് നോക്കാം. ഓക്കെ, നോക്ക്, ഒരു ഫംഗ്ഷൻ കൺസിഡർ ചെയ്യാം. കൺസിഡർ എ ഫംഗ്ഷൻ. ഓക്കെ, കൺസിഡർ ദ ഫംഗ്ഷൻ അല്ലെ. ഒരു ഫംഗ്ഷൻ കൺസിഡർ ചെയ്യാം. എന്നിട്ട് എന്ത് ചെയ്യണം? നമുക്ക് ഫംഗ്ഷൻ കൺസിഡർ ചെയ്യാം. കൺസിഡർ ചെയ്തിട്ട് എഫ് ഈസ് നോക്ക്, എഫ് ഈസ് ടു എ ടെൻസ് ടു ബി defined by f of x equal to x square അല്ലേ. നമ്മൾ എന്ത് ചെയ്തു? ഒരു ഫംഗ്ഷൻ പറഞ്ഞു. എന്താണ്? എന്റെ റിലേഷൻ ബി എന്ന് പറയുന്ന എ ടെൻസ് ടു ബി എന്ന് പറഞ്ഞിട്ട് ഒരു ഫംഗ്ഷൻ പറഞ്ഞു. അതിനെ ഡിഫൈൻ ചെയ്യുന്നത് എന്താണ്? എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ ആണെന്ന് നമ്മൾ പറഞ്ഞു. ഓക്കെ, ഒരു കണ്ടീഷൻ കൂടി തന്നിട്ടുണ്ട്. വേർ എ എന്ന് പറയുന്നത് എന്താണ്? നോക്ക്, എ ഈക്വൽ ടു -2 -1 0 1 2. ഓക്കെ, ഇതാണ് എന്ത്? എ. ഇനി ബി എന്ത് തന്നിട്ടുണ്ട്? ആൻഡ് ബി ഈക്വൽ ടു 0 1 2 3 4 5 എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, ഇതാണ് എയും ബിയും. ഓക്കെ, ഇനി നമുക്ക് എന്തൊക്കെ കണ്ടുപിടിക്കണം? ഡൊമൈൻ അല്ലെ. ഡൊമൈൻ കണ്ടുപിടിക്കണം, കോഡൊമൈൻ കണ്ടുപിടിക്കണം, പിന്നെയോ റേഞ്ച് കണ്ടുപിടിക്കണം. ഓക്കെ, കണ്ടുപിടിക്കാം. നോക്ക്, എന്താണ് ഇവിടെ ഡൊമൈൻ? നോക്ക്, നമ്മൾ എ സെറ്റിൽ എഴുതിയില്ലേ? നമ്മുടെ സെറ്റ് എ. ഓക്കെ, എയിലുള്ള എലമെന്റ്സ് ആണ് എന്ത്? ഡൊമൈൻ എന്ന് പറയുന്നത്. ഇവിടെ എ എന്താണ്? എ ഈക്വൽ ടു -2 -1 0 1 2. ഇതാണ് എന്ത്? ഈ എലമെന്റ്സ് ആണ് കോഡൊമൈൻ. ഓക്കെ, അല്ല ഡൊമൈൻ. ഓക്കെ, ഡൊമൈൻ എന്ന് പറഞ്ഞിട്ട് എന്ത് എഴുതണം? ഡൊമൈൻ ഈക്വൽ ടു -2 -1 0 1 2 ഇങ്ങനെ എഴുതാം. ഓക്കെ, ഇതാണ് ഡൊമൈൻ. എ എന്ന് പറയുന്ന എ ടെൻസ് ടു ബി ആണെങ്കിൽ നമുക്ക് എയിൽ നിന്ന് ബിയിലേക്കാണ് റിലേഷൻ എങ്കിൽ എ ആണ് ഡൊമൈൻ. ഓക്കെ, ഇനിയിപ്പോ തിരിച്ചാണെങ്കിൽ ബിയിൽ നിന്ന് എയിലേക്കാണെങ്കിൽ ആര് ആകും ഈ പറയുന്ന ഡൊമൈൻ? ബി ആകും. ഓക്കെ, എന്താണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്? ഇവിടെ ഫസ്റ്റ് കാണുന്ന ഇവിടെ ഫസ്റ്റ് കാണുന്ന സാധനമാണ് എന്ത്? ഡൊമൈൻ. അതുപോലെ ആരോ എന്ത് പറയണം? എയിൽ നിന്ന് ബിയിലേക്കാണെന്ന് പറയണം. ഇനി തിരിച്ച് ബിയിൽ നിന്ന് എയിലേക്കാണ് പറഞ്ഞ ഈ ആരോന്റെ തല എവിടെയാണോ അത് കോഡൊമൈനും, ആരോന്റെ തലയില്ലാത്ത സ്ഥലം എന്തുവാണ്? ഡൊമൈനും ആണ്. ഓക്കെ, ആരോന്റെ വാലുള്ള സ്ഥലം, വാലിന്റെ അടുത്തുള്ള അക്ഷരം ഡൊമൈൻ. ആരോന്റെ തല കണ്ട ഈ ഒരു കുന്തമന ഉള്ളവിടെ എന്താ? കുന്തമനന്റെ അടുത്തുള്ള സാധനം കോഡൊമൈൻ. ഓക്കെ, അത് മനസ്സിലാക്കാം. ഇനി എന്താണ് കോഡൊമൈൻ? അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ തന്നെ മനസ്സിലായിണ്ടാവും എന്തായിരിക്കും ഇവിടെ കോഡൊമൈൻ. ഇവിടെ കുന്തമന ഉള്ളത് എവിടെയാണ്? ബിന്റെ അടുത്താണ് അല്ലെ. അപ്പൊ അത് എന്താണ്? അതാണ് നമ്മുടെ കോഡൊമൈൻ. അപ്പൊ എന്ത് ചെയ്ത? ബി ഈക്വൽ ടു എന്താണ്? നമുക്ക് ബി ഈക്വൽ ടു 0 1 2 3 4 5. ഇതാണ് ഈ പറയുന്ന എന്ത്? കോഡൊമൈൻ. ഓക്കെ, ഈ എന്നിട്ട് എന്ത് എഴുതണം? ബി എഴുതണം, എന്നിട്ട് കോഡൊമൈൻ എഴുതുക. ഓക്കെ, കോഡൊമൈൻ ഈക്വൽ ടു എന്ത് എഴുതുക? ഇത് മൊത്തം അങ്ങോട്ട് എടുത്തിട്ട് ഇതിലേക്ക് എഴുതി വിടുക. ഓക്കെ, 0 1 2 3 4 5 അങ്ങോട്ട് എഴുതി കഴിഞ്ഞാൽ എന്തായി? കോഡൊമൈൻ ആയി. ഓക്കെ, ഇനി എന്താണ് റേഞ്ച്? ഓക്കെ, നോക്ക്. ഓക്കെ, ഇത് ജസ്റ്റ് ഒന്ന് എഴുതിയെടുക്കാം.
ഓക്കെ, ഇനി എന്താണ് റേഞ്ച് നോക്കാം. ഓക്കെ, റേഞ്ച് നമ്മൾ എന്ത് ചെയ്തിരുന്നു? എ എന്ന് പറയുന്ന സെറ്റ് അല്ലെ, എ എന്ന് പറയുന്ന സെറ്റില് -2 -1 0 1 2 എന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ നമ്മുടെ എഫ് ഓഫ് എക്സിൽ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. എന്ത് ചെയ്യാ? എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയറിൽ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഓക്കെ, നോക്ക്, എഫ് ഓഫ് -2 അർത്ഥം എന്താണ്? ഇവിടെ എക്സ് എന്താണ്? എക്സ് ഈക്വൽ ടു -2 എന്നാണ്. ഓക്കെ, അപ്പൊ ഈക്വൽ ടു എന്ത് വരും? -2 സ്ക്വയർ എന്ന് വരും അല്ലേ? എഫ് ഓഫ്, അപ്പൊ എന്താവും? ഉത്തരം എന്താവും? എഫ് ഓഫ് -2 ഈക്വൽ ടു എന്ത് കിട്ടും? 4 കിട്ടും അല്ലേ? ഇനി അടുത്ത ചോദ്യം എന്താണ്? അടുത്ത എന്താണ് എഴുതേണ്ടത്? എഫ് ഓഫ് -1 ഈക്വൽ ടു എന്താണ്? എന്ത് വരും? -1 സ്ക്വയർ വരും. അറിയാം എന്താണ്? -1നെ സ്ക്വയർ ചെയ്താൽ എന്തെന്നെ കിട്ടും? മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് അല്ലെ? അതുപോലെ 1 ഇൻറ്റു 1 1, അപ്പൊ 1 കിട്ടും. ഇനി എഫ് ഓഫ് 0 എന്താണ്? എഫ് ഓഫ് 0 ഈക്വൽ ടു എന്ത് കിട്ടണം? അപ്പോ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ ആണ്. അപ്പൊ ഇവിടെ എക്സിന്റെ സ്ഥാനത്ത് എന്ത് വരും? 0 വരും. അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്തായി? 0 സ്ക്വയർ ആയി. 0 സ്ക്വയർ എന്ത് തന്നെയായിരിക്കും? 0 തന്നെയായിരിക്കും. ഓക്കെ, ഇനി നോക്ക്, എഫ് ഓഫ് 1 എന്താണ്? എഫ് ഓഫ് 1നെ സ്ക്വയർ ചെയ്ത് എന്ത് കിട്ടുവാടാ? എന്ത് കിട്ടും? എഫ് ഈക്വൽ ടു 1 സ്ക്വയർ ചെയ്ത് എന്ത് കിട്ടും? എക്സ് ഈക്വൽ ടു 1 സ്ക്വയർ ചെയ്ത് എന്ത് കിട്ടും? നമുക്ക് ഇവിടെ നമുക്ക് 1 തന്നെ തിരിച്ചു കിട്ടും അല്ലെ? പിന്നെയോ എഫ് ഓഫ് 2. ഓക്കെ, എഫ് ഓഫ് 2 ചെയ്യാണ്. ഈ സാധനങ്ങളൊക്കെ എന്താണെന്ന് ഓർമ്മയുണ്ടോ? നമ്മുടെ ആദ്യത്തെ സെറ്റ് ആണ് കേട്ടാ. ആദ്യത്തെ സെറ്റ്, എ സെറ്റിലെ എലമെന്റ്സ് ആണ് നമ്മൾ ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പൊ അതങ്ങോട്ട് ചെയ്യാം. ചെയ്തിട്ട് എഫ് ഓഫ്, മനസ്സിലാക്കേണ്ട കാര്യം, എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ നിങ്ങളുടെ അടുത്ത് പറയുകയാണെങ്കിൽ എന്ത് മനസ്സിലാക്കണം? ഈ വരുന്ന എക്സ് തന്നെ ആയിരിക്കും ഇവിടെ ഉണ്ടാവുക. അതായത് നിങ്ങൾക്ക് ഈ ഫംഗ്ഷൻ തന്നിട്ട് എഫ് ഓഫ് -2 ചെയ്യാൻ പറഞ്ഞാൽ എന്ത് ചെയ്യണം? ഇവിടെയുള്ള എക്സ് മാറ്റിയിട്ട് താഴെ എന്ത് ഇട്ട് കൊടുക്കാം? -2 ഇട്ട് കൊടുക്കാം. ബ്രാക്കറ്റിൽ എന്താണോ തന്നിരിക്കുന്നത് അത് അവിടുത്തെ എക്സിന് പകരം കൊണ്ട് എഴുതി കൊടുത്തിട്ട് ആ ഫംഗ്ഷൻ അങ്ങോട്ട് ചെയ്യാം. ഓക്കെ, ഇപ്പൊ ഇവിടെ എന്ത് വരും? 2 സ്ക്വയർ നമുക്ക് എല്ലാവർക്കും അറിയാം എത്രയാണ്? 4. ഓക്കെ, ഇതാണ് എന്ത്? ഈ പറയുന്ന ഫംഗ്ഷന്റെ ഒറിജിനൽ റിസൾട്ട്സ്. ഓക്കെ, നമ്മൾ പ്രതീക്ഷിച്ച റിസൾട്ട് ആണ് ബി. ഒറിജിനൽ റിസൾട്ട് എന്താണ്? ഇതാണ്. ഏതൊക്കെയാണ്? നമുക്ക് ഒന്ന് എഴുതി തരാം. ജസ്റ്റ് ഒന്ന് എഴുതാം. ഓക്കെ, പോസ് ആക്കിയിട്ട് എഴുതാം. എന്നിട്ട് ഏതൊക്കെയാണ് ഞാൻ പറഞ്ഞുതരാം. നോക്ക്, നമുക്ക് ഏതൊക്കെ കിട്ടി? 4 1 0 1 4 കിട്ടി. ഇനി നോക്ക്, ഇനിയാണ് കളി. റേഞ്ച് എഴുതുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റില്ല? റേഞ്ച് എഴുതുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റില്ല? എഴുതിയ നമ്പർ തന്നെ റിപ്പീറ്റ് ചെയ്തിട്ട് എഴുതിയ നമ്പർ തന്നെ വീണ്ടും എഴുതാൻ പറ്റില്ല. അപ്പൊ എന്ത് എഴുതും? ഇവിടെ ഏതൊക്കെ നമ്പർ ഉണ്ട്? നമുക്ക് വീണ്ടും എഴുതാൻ പറ്റില്ല കേട്ടോ, ഒരേ നമ്പർ. അപ്പൊ ഏതൊക്കെ നമ്പർ ഉണ്ടാവും? ഇവിടെ 0 ഉണ്ട്, പിന്നെയോ 0 ഉണ്ട്, പിന്നെ 1 ഉണ്ട്, പിന്നെ 4 ഉണ്ട് അല്ലെ? 0 1 4. ഇതാണ് റേഞ്ച്. ഓക്കെ, സോ ഇതാണ് എന്ത്? റേഞ്ച്, കോഡൊമൈൻ, അതുപോലെ ഡൊമൈൻ. അപ്പൊ അത് മനസ്സിലാക്കാം. ഓക്കെ.